ഹായ് ഓൾ, ദിസ് ഇസ് ട്യൂസ്ഡേ മോർണിംഗ്. രാവിലെ ഭൂരി ഉണ്ടാക്കാമെന്നൊക്കെ എന്തോ ഭൂരിശാപം ഉള്ള പോലെയാണ് കേട്ടോ. എപ്പോൾ പ്ലാൻ ചെയ്താലും അത് നടക്കത്തില്ല. എല്ലാം വിചാരിച്ചെങ്കിലും ഞാൻ എണീറ്റപ്പോഴത്തേക്ക് നോക്കി പാലനില്ല. മോനെ മനസ്സിൽ ലഡു പൊട്ടി എന്നൊരു ഫീലിംഗ് ആയിരുന്നു അന്നേരം. പാലനില്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് കറിയൊന്നും വേണ്ടല്ലോ. അപ്പത്തിൻ്റെ മാവാണെങ്കിൽ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. പിന്നെ ഞാൻ ഒന്നും കൂടെ കൺഫേം ആക്കാനായിട്ട് വിളിച്ച് ചോദിച്ചു, സിജിയിലല്ലേ പോയേക്കുന്നത്, ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടല്ലോ എന്ന്. അങ്ങനെ ഞാൻ കുറച്ചുകൂടെ നേരം കിടന്നുറങ്ങിയിട്ട് 7:15 ഞാൻ അലാം വെച്ചു. ഭൂരി ചെയ്യണം എന്നുള്ളത് കൊണ്ട് കുറച്ച് നേരത്തെ ആക്കിയ അലാം. 7:30 നിന്ന് 7:15 ആക്കിയതാണ്. പിന്നെ അത് ബാക്ക് ടു 7:30 ആക്കി. പിന്നെ 7:30 എണീറ്റു. താഴത്ത് വന്നിട്ടുണ്ട്. കുക്കു സാറ് നിലുവൊക്കെ നല്ല ഉറക്കം കേട്ടോ. നിലു രാത്രിയും നല്ലപോലെ ഉറങ്ങി. ലേറ്റായിട്ട് ഡിന്നറൊക്കെ കഴിച്ചതുകൊണ്ടേ നല്ല ഉറക്കമായിരുന്നു. ഇപ്പോൾ രാവിലെയും നല്ല അടിപൊളി ഉറക്കം. അതുകൊണ്ട് ഞാൻ എണീപ്പിച്ചില്ല. സാധാരണ ആലൻ മേളിലില്ലെങ്കിൽ ഞാൻ എണീക്കുമ്പോൾ തന്നെ ഞാൻ അമ്മേനെ ഫോൺ ചെയ്യും. അമ്മ മേളിലേക്ക് വാ, വന്നിട്ട് നിലുവിനെ എടുക്കുക, ഞാൻ കുക്കുവിനെ എടുത്തുകൊണ്ട് വരാമെന്നും പറഞ്ഞിട്ട്. കുക്കുവിനെ എണീപ്പിച്ച് നടത്തി അവന് ദേഷ്യം വരും കേട്ടോ ഉറക്കത്തിൽ നിന്ന്. അതുകൊണ്ട് ഞാൻ കുക്കുവിനെ എടുക്കും, അമ്മ നിലുവിനെ എടുക്കും. ഇന്ന് ഞാൻ വിളിച്ചില്ല. രണ്ടുപേരും കൂടെ ചുറ്റി പിണഞ്ഞങ്ങ് കിടക്കുന്നു നല്ലപോലെ. അപ്പോൾ അവിടെ തന്നെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ ഉള്ളിലൊരു ടെൻഷനുണ്ട്. ഇങ്ങനെ നിലു ഒരു 8-9 പ്രാവശ്യം മറ്റൊക്കെ മൊത്തത്തിൽ വീഴ്ച വീണിട്ടുണ്ട്, കട്ടിലിൽ നിന്നും കസരയിൽ നിന്നും ഒക്കെ ആയിട്ട്. ഞാൻ കറക്റ്റായിട്ട് ഒരു 7 വരെ എണ്ണിയായിരുന്നു. പിന്നെ കൗണ്ട് തെറ്റിപ്പോയി, പിന്നെ എണ്ണാൻ പറ്റിയില്ല. അപ്പോൾ ഇനി വീണാലോ എന്നൊക്കെ ഒരു ചിന്തയുണ്ട്. അപ്പോൾ വന്ന് അമ്മയുടെ അടുത്ത് പറഞ്ഞപ്പോൾ അമ്മയ്ക്കും അത് കണക്ക് തന്നെ ഇടയ്ക്ക് ടെൻഷനാണ്. അമ്മ ഇടയ്ക്കിടയ്ക്ക് മേളിൽ പോയി നോക്കുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കൊന്നും പ്രശ്നമില്ല. ചുറ്റും തലങ്ങണിയും പില്ലോ കവേഴ്സും പില്ലോയും ബെഡ് സ്പ്രെഡും എല്ലാം കൂടെ വെച്ചിട്ട് വേലിയും അതിലൊക്കെ കെട്ടിയിട്ടാണ് ഞാൻ ഇറങ്ങി വന്നേക്കുന്നത്. അപ്പോൾ രാവിലെ ബോട്ടിൽ സ്റ്റെറിലൈസേഷൻ്റെ പരിപാടികൾ തുടങ്ങാം. ബ്രേക്ക്ഫാസ്റ്റിന് അപ്പത്തിൻ്റെ കൂടെ കറി ഉണ്ടാക്കുന്നില്ല, ഷുഗർ മതിയല്ലോ ഞങ്ങൾക്ക് എല്ലാവർക്കും. ഏത്തപ്പഴം ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, കൊള്ളത്തില്ല അത് പൊരിച്ചാലേ അത് കഴിക്കാൻ കൊള്ളത്തുള്ളൂ, കപ്പ മാതിരി തന്നെ ഇരിക്കുക. അപ്പോൾ അത് നമ്മൾ ഏത്തക്ക പാപ്പ വെച്ചിട്ട് കാര്യമില്ല. ഏത്തക്കയുടെ ഒരു ഫ്ലേവറൊന്നും ആ പാപ്പയിലേക്ക് ഇറങ്ങത്തില്ല, ഒരു ടേസ്റ്റും ഉണ്ടാവത്തില്ല. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന പൂരിയും പൊട്ടാറ്റോ കറിയും കുക്കു സാറിന് ലഞ്ചിന് കൊടുത്തു വിടാമെന്നാണ് വിചാരിച്ചിരുന്നത്. ഇനിയിപ്പം അത് ചെയ്യുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് തിങ് ഇൻ ദ മോർണിംഗ് ഞാൻ ആ പൊട്ടാറ്റോ കറി എടുത്ത് ഫ്രീസറിലേക്ക് മാറ്റി കേട്ടോ. അത് നമ്മൾ പോസ്റ്റ്പോൺ ചെയ്യുന്നു, നാളത്തേക്ക് മാറ്റി വെച്ചേക്കുന്നു. അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു ചോറും ചമ്മന്തിയൊക്കെ തന്നെ കൊടുത്തു വിടാമെന്ന്. അപ്പോൾ അതിൻ്റെ കൂടെ വെജിറ്റബിളായിട്ട് ഞാൻ പറഞ്ഞില്ലേ, അമ്മ ഉണ്ടാക്കിയ കുറച്ച് ബീട്രൂട്ട് ഇരിപ്പുണ്ട്. പക്ഷേ എനിക്കത് കൊടുത്തു വിടാനുള്ള ധൈര്യമില്ല. കാരണം ഇന്നലെ വൈകുന്നേരം ഉണ്ടാക്കിയത്. അത് മാത്രമല്ല, ബീട്രൂട്ടിൻ്റെ കൂടെ അമ്മ ഫ്രിഡ്ജിൽ ബാക്കി കിടന്ന എല്ലാ പച്ചക്കറിയുടെ അകത്തുനിന്നും കുറച്ചായിട്ടൊക്കെ എടുത്തിട്ടുണ്ട്. സത്യത്തിൽ ആ സംഭവം കാണാൻ ബീട്രൂട്ട് അലുവ മാതിരി ഇരിപ്പുണ്ട്. അതാണ് ഫ്രിഡ്ജിലിരിക്കുന്നത്. അത് കൊടുത്തു വിട്ടാൽ അവൻ എന്തായാലും തിന്നത്തില്ല. ഒന്നാമതേ പച്ചക്കറി കഴിക്കുന്നില്ല, പിന്നെ അതിൻ്റെ കൂടെ ഈ എല്ലാ പച്ചക്കറിയും കൂടെ ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്നത് എടുക്കത്തില്ല. അതുകൊണ്ട് ഞാൻ ആ പ്ലാൻ മാറ്റി. അവന് അമ്മ നിലുവിനെ വിളിക്കുന്ന കേട്ടോ. നിലു മേളിൽ അലൻ്റെ കൂടെ പോയി നിൽക്കുക. ഞാൻ സൗണ്ട് ഇട്ട് കഴിഞ്ഞിട്ട് താഴെ വരണമെന്നാണ് ഞാനിപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പൊട്ടാറ്റോ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് വെജിറ്റബിളിനായിട്ട്. കുക്കുവിന് ചോറും ചമ്മന്തിയും. മുട്ട ഇല്ലായിരുന്നത് കൊണ്ട് അമ്മ 3 കാട മുട്ട റൈസിൻ്റെ കൂടെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. കോഴിമുട്ട ഇല്ല. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു ഉച്ചയ്ക്കത്തേക്ക് വേറൊന്നും ഇല്ലാത്തതുകൊണ്ട് മീനെടുത്ത് പൊരിക്കാനൊന്നും വയ്യ എനിക്ക്. മീൻ കഴിക്കണ്ടെന്ന് തോന്നുക. മീനും ഇറച്ചിയും ഒരു ദിവസം ഗ്യാപ്പ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അമ്മ കടയിൽ പോയി മുട്ട മേടിച്ചുകൊണ്ട് വരും. അമ്മ ഇപ്പോൾ പോയിട്ടുണ്ട്. അപ്പോഴാണ് ഞാനിങ്ങനെ അപ്പം ചുടുന്ന പരിപാടികളൊക്കെ തുടങ്ങിയത്. ഇത് നമ്മുടെ പാത്രപ്പത്തിൻ്റെ മാവ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ രാത്രിയും വട്ടയപ്പം തിന്നതുകൊണ്ട് ബോത്ത് ആർ സെയിം. വട്ടയപ്പം തിന്നതുകൊണ്ട് ഇന്ന് രാവിലെ അത് തന്നെ ഞാൻ ഉണ്ടാക്കുന്നില്ല, അപ്പം ചുട്ടേ എടുക്കുന്നുള്ളൂ. അങ്ങനെ ആദ്യത്തെ ആദ്യത്തെ അപ്പത്തിൻ്റെ മാവ് ഒഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ബോട്ടിൽ സ്റ്റെറിലൈസേഷനും കാപ്പിയും കൂടെയൊക്കെ ഉണ്ടാക്കുവാണ്. സ്കൂളിൽ നിന്ന് നമ്മുടെ ഡീവോമിങ്ങിൻ്റെ സെക്കൻഡ് സെഷനാണ്. ആദ്യത്തെ തവണ വിരയുടെ മരുന്ന് കൊടുത്തപ്പോൾ സ്കൂളിലില്ലായിരുന്ന ആബ്സെൻ്റ് ആയിട്ടുള്ള കുട്ടികൾക്കും പിന്നെ LKGക്കും UKGക്കും ഇന്നാണ് കൊടുക്കുന്നത്, അതായത് ട്യൂസ്ഡേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ഇത്തിരി ലേറ്റ് ആവാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ. ചമ്മന്തിയും മുട്ടയൊക്കെ ആയതുകൊണ്ട് പണികളൊന്നും അധികം ഇല്ലല്ലോ. മുട്ട ഉച്ചയ്ക്ക് പൊരിക്കാം, അതിങ്ങനെ ചൂടോടെ കഴിക്കണമല്ലേ നല്ലത്. അതുകൊണ്ട് മുട്ട ഞാനിപ്പോൾ പൊരിക്കുന്നില്ല. ഇത് മേളിൽ അവൻ നിലു എന്തോ തട്ടുന്നതാണ് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ടക്ക് ടക്ക് കേൾക്കുന്നത് ഞാനിരിക്കുന്ന മുറിയുടെ കറക്റ്റ് മേളിലായിട്ട് തന്നെ അവൻ എന്തോ അവിടെ തട്ടിക്കൊണ്ടിരിക്കുക. ആരാ നല്ല ഉറക്കമായിരിക്കും. രാവിലെ സിസിജിയിൽ പോയി കഴിഞ്ഞ് ഒരു 10, 10:30, 11 മണിയാവും വരുമ്പോൾ. അതുകൊണ്ട് തന്നെ ലഞ്ചൊക്കെ ലേറ്റ് ആവും. പാവം ഉറങ്ങിക്കിടക്കുകയായിരിക്കും. അതിനെയാണ് ഇപ്പോൾ ശല്യപ്പെടുത്തുന്നത്. സാരമില്ല, വോയിസ് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അവനെ താഴത്തേക്ക് കൊണ്ടുവരാം. ആദ്യത്തേത് ഒന്ന് മുരിഞ്ഞു പോയി കേട്ടോ. പക്ഷേ കുക്കുവിനും എനിക്കും ഇത്തിരി സൈഡ് മുരിഞ്ഞത് ഇഷ്ടമായതുകൊണ്ട് കുഴപ്പമില്ല. അലനുണ്ടെങ്കിൽ മാത്രമേ ഇതിലും നമ്മൾ നോക്കേണ്ട കാര്യമുള്ളൂ, അത്രയും മുരിച്ചെടുക്കണ്ട. ചോറും ചമ്മന്തിയൊക്കെ ആയതുകൊണ്ട് തന്നെ കുക്കു സാറിന് ഇലയിൽ കൊടുത്തു വിട്ടാലോ എന്നൊരു ചെറിയ പ്ലാനൊക്കെ എനിക്കുണ്ടായിരുന്നു. പക്ഷേ അമ്മ മുട്ട മേടിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ അങ്ങോട്ട് പോയപ്പോൾ പറഞ്ഞു, വരുമ്പോൾ ഒരു ഇലയും കൂടെ സേറമോളുടെ വീട്ടിൽ നിന്ന് പൊട്ടിച്ചുകൊണ്ട് വരണേ, ഒരു വാഴയിലയും കൂടെയാണ്. പക്ഷേ അമ്മ മറന്നുപോയി. അപ്പോൾ പിന്നെ രണ്ടാമത് വിടണ്ടെന്ന് വിചാരിച്ചിട്ട് ആ പ്ലാന് ഞാൻ ഇവിടെ നാക്കുടക്കുന്നു. ആ പ്ലാന് ഞാൻ ഇവിടെ ഡ്രോപ്പ് ചെയ്തു.
അരി അടച്ചിടാനായിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ നേരത്തെ കണ്ടില്ലേ ഞാനത് കുക്കറെടുത്ത് വെളിയിലോട്ട് വെച്ചത്. അപ്പോൾ ഇന്ന് കുറച്ച് ചോറ് അധികം ഇട്ടിട്ടുണ്ട്. വൈകുന്നേരം കഞ്ഞിയാക്കാനാണ് എൻ്റെ പരിപാടി. അപ്പോൾ അതുകൊണ്ട് കുറച്ച് അരി തോനെയുണ്ട്. അപ്പോൾ അതിന് ഒത്തിരി നേരം ഇരുന്നാൽ കുക്കറിലെല്ലാം കൂടെ തിങ്ങിപ്പോവും. അപ്പോൾ അതിൻ്റെ താഴത്തെ നമ്മൾ അടച്ചിടുന്ന പാത്രവും ഈ സ്റ്റെറിലൈസ് ചെയ്യുന്ന പാത്രവും ഒക്കെ ഒന്നാണ്. അത് കഴുകി അമ്മേനെ ഏൽപ്പിച്ചു. അമ്മ അവിടെ ചോറ് വാർത്തിടുന്നുണ്ട്. പിള്ളേർക്കുള്ള പാലും കൂടെ ഒഴിച്ച് മാറ്റിയാൽ എനിക്ക് ഈ പാത്രങ്ങളൊക്കെ കഴുകാം. അപ്പത്തിൻ്റെ മാവ് ഓരോന്ന് ഒഴിക്കുന്നതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പണികൾ ചെയ്ത് തീർക്കണം. അല്ലെങ്കിൽ എനിക്ക് അയ്യോ ഞാൻ എന്തോ ചെയ്യാത്ത പോലെയൊക്കെ തോന്നും. ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് കേട്ടോ. എന്തെങ്കിലും ഇങ്ങനെ ഞാൻ രാവിലെ ഉറക്കത്തിന് എണീക്കുമ്പോഴേ ഞാൻ ആലോചിക്കും. ഇപ്പോൾ ഭൂരിയുടെ മാവ് കുഴച്ച് വെച്ചിട്ട് കാപ്പിക്ക് വെള്ളം വെക്കുന്നു, പിന്നെ ഭൂരി പരത്തുന്നു. ഇതൊക്കെയായിരുന്നു ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത്. പിന്നെ ഇപ്പോൾ അപ്പം ആയതുകൊണ്ട് ഞാനപ്പോൾ ആദ്യം വിചാരിച്ചു അപ്പം ഓരോ ഒഴിക്കുന്ന ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പണി ചെയ്യാൻ പറ്റുമല്ലോ. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേ ഇത് സത്യം പറഞ്ഞതെല്ലാം കൂടെ പെട്ടെന്ന് അങ്ങ് തീരും കേട്ടോ. ഞാൻ പലരെയും കണ്ടിട്ടുണ്ട് എൻ്റെ ഫാമിലിയിലുള്ളതല്ല, ഈവൻ അമ്മ പോലും എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് ചെയ്ത് തീർത്തിട്ട് അടുത്തതിലേക്ക് പോകും. മൾട്ടി ടാസ്കിങ് ചെയ്യണം എന്ന് ഞാൻ നിർബന്ധം പറയുകയല്ല, പക്ഷേ ഇങ്ങനത്തെ ചില കാര്യങ്ങളിൽ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് നോക്കി ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ സേവ് എ ലോട്ട് ഓഫ് ടൈം. രാവിലെ ഇങ്ങനെ ഓടിപ്പടച്ച് വന്ന് ഒന്ന് ചെയ്ത് അടുത്തത് ചെയ്ത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഒഴിവാക്കാം. ഞാൻ ക്ലോക്കിലേക്ക് നോക്കുന്നത് അവനെ വിളിക്കാനുള്ള ടൈം ആയോ എന്നാണ്. പിന്നെ ഇങ്ങനെ നമുക്കന്നൊരു കമൻറ്റ് ഉണ്ടായിരുന്നില്ലേ, എന്തെങ്കിലും ചെയ്യുന്നതിൻ്റെ ഇടയിൽ പാത്രം കഴുകി ഒതുക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ പാത്രം കഴുകുന്ന ഒരു ജോലിയായിട്ട് തോന്നുന്നില്ല എന്നുള്ളത്. അതും ഈ പറഞ്ഞ പോലെയാണ്. പിന്നെ ക്ലീനിങ്ങും അതെ. എന്നാലും ഞാൻ എല്ലാം കഴിയുമ്പോൾ ഒന്നുകൂടെ നമ്മുടെ ലോഷനൊക്കെ ഇട്ട് തുടയ്ക്കും. ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ ഗ്യാസിൽ നിന്ന് എന്തെങ്കിലും മാറ്റുമ്പോൾ അവിടെ ഒരു അടുപ്പിൽ മാത്രമേ, ഗ്യാസിൽ ഒരു ബേണറിൽ മാത്രമേ എന്തെങ്കിലും ഉള്ളെങ്കിൽ ബാക്കി 2 സ്പേസ് ഞാനങ്ങ് തുടയ്ക്കും. പ്രത്യേകിച്ച് പൊരിച്ച മീനോ താളിക്കലോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്പോഴങ്ങനെ തുടച്ചുകൊണ്ട് നിൽക്കും. കിച്ചണിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുന്ന ടൈം ആകുമ്പോഴത്തേക്ക് നമുക്ക് വേറൊരു വലിയ ജോലി, ഇപ്പോൾ പോയതിനെ താഴെ വേറൊരു വലിയ ജോലി നമ്മളെ കാത്തിരിക്കരുത്. നമ്മൾ ഈ ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ ഒതുക്കിപ്പറക്കലും പാത്രം കഴുകലും ഒക്കെ തീർത്ത് കഴിഞ്ഞാൽ ലാസ്റ്റായിട്ട് ഞാൻ പറയുന്നു, എൻ്റെ ഒരു ഊഹം അനുസരിച്ച് ഞാൻ ഇന്ന് രാവിലെ കിച്ചണിലെ പണി തീർക്കുമ്പോൾ എനിക്ക് കഴുകാനായിട്ട് അപ്പച്ചട്ടി മാത്രമേ ബാക്കി ഉണ്ടാവത്തുള്ളൂ. അത് ചൂടോടെ ഇരിക്കുകയായിരിക്കും. കാരണം ഈ ഓരോന്ന് ഒഴിക്കുന്നതിൻ്റെ ഗ്യാപ്പിലാണ് ഞാൻ ബാക്കി പണികളങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ കുറച്ചൊന്ന് ഇതിലേക്ക് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ടൈം സേവ് ചെയ്യാം കേട്ടോ. കാരണം നമ്മുടെ സമയം മൊത്തം കളയുന്നത് ഈ അടുക്കളയാണല്ലോ. അപ്പോൾ നമുക്കിനി ചമ്മന്തി അരയ്ക്കാം. അമ്മ തേങ്ങ തിരുകി തന്നു. എനിക്ക് തിരുകാൻ മടിയാന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ. അതിലേക്ക് ഒരുപാട് കൊച്ചുള്ളി ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കാന്താരി മുളകിട്ടാണ് കേട്ടോ ചമ്മന്തി അരയ്ക്കുന്നതും ഇന്ന് മുട്ട പൊരിക്കുന്ന എല്ലാം ഈ മുളകിട്ടിട്ടാണ്. അമ്മ ഇവിടെ നിന്ന് പിച്ചി കൊണ്ടുവന്നതാണ് നല്ല മുളക്. അങ്ങനെ കാന്താരി മുളക് 2-3 എണ്ണം ഞെട്ട് കളഞ്ഞ് അതിലേക്കിട്ടു. ഇനി ഇതിൻ്റെ അകത്തോട്ട് ഒരു പീസ് ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എനിക്ക് കറിവേപ്പില ഇട്ട് ചമ്മന്തി അരയ്ക്കുന്നത് എനിക്ക് നല്ല ഇഷ്ടമാണ്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല, ചിലർക്ക് ടേസ്റ്റ് ഇഷ്ടപ്പെടത്തില്ല, എനിക്കിഷ്ടമാണ്. സാദാ മുളക് പൊടിയാണ് കേട്ടോ ഇടുന്നത്. സാദാ മുളക് പൊടിയും കാശ്മീരി മുളക് പൊടി ലേശം കൂടെ ചേർത്ത് വെച്ചതാണ്. അന്ന് നമ്മുടെ ബർത്ത്ഡേക്ക് ലിലിയൻ ചേക്ക് അങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. കാശ്മീരി തീരെ യൂസ് ചെയ്യാറില്ല, പിന്നെ മിനിയാൻ്റെ ഇടയ്ക്ക് വാങ്ങിച്ച് ചേർത്ത് വെക്കുന്നതുകൊണ്ട് അങ്ങനെ യൂസ് ചെയ്യുന്നതാണെന്ന് തോന്നുന്നു. അപ്പം ഞാൻ അങ്ങനെ ഇത്തിരി ചേർത്ത് വെച്ചതാണ്. എനിക്ക് കളർ വേണമല്ലോ, അവർക്ക് എരിവും വേണം. അമ്മച്ചിക്കെല്ലാം ബീഫൊക്കെ നല്ല എരിവിലിരിക്കണം. ആ മുളക് പൊടിയാണ് ഇട്ടത്. കാശ്മീരി മുളക് പൊടിയുടെ ഡബ്ബ കാലിയാണ്. അതിലേക്ക് ഇനി തട്ടിയിടണം, ബക്കറ്റിലിരിപ്പുണ്ട്. പിന്നെ തൈരും കൂടെ ഞാൻ ഇപ്പോൾ ആക്കുന്നുണ്ട്. കുക്കുസാറിന് ചോറ് കൊടുത്ത് വിടേണ്ടത് കൊണ്ട് സൈഡെല്ലാം ഇപ്പം തന്നെ ശരിയാക്കണം. അവൻ്റെ 3 കാടമുട്ടയാണ് ഞാൻ പൊളിച്ച ചെറിയൊരു പാത്രത്തിൽ വെച്ചേക്കുന്നത്. അമ്മ അതിൽ തന്നെയാണ് കേട്ടോ വെച്ചത്. ആ മെഷറിംഗ് സ്പൂണിൽ തന്നെയാണ് പുഴുങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് എടുത്ത് വെച്ചത്. അതുകൊണ്ട് ഞാൻ അതിൽ തന്നെ ഉരിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ടിഫിൻ ബോക്സിലേക്ക് ആക്കിയാൽ മതിയല്ലോ. ഇന്നും അവൻ്റെ നമ്മുടെ വിശാലമായ ലഞ്ച് ബോക്സ് ഞാൻ എടുക്കുന്നില്ല. ചമ്മന്തിയും ചോറും ഒക്കെ എനിക്ക് സ്റ്റീൽ ടിഫിൻ പാത്രത്തിൽ ഇരിക്കുന്നത് കാണാനായി ഇഷ്ടം എനിക്ക്. അവനും ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ശീലിക്കട്ടെ, അതിൻ്റെ അകത്ത് കഴിക്കട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ ഇന്ന് സ്റ്റീൽ ടിഫിൻ ബോക്സിലാണ് കൊടുത്തു വിടുന്നത്. പിന്നെ തൈരിനായിട്ട് ഞാൻ കുറച്ച് ചെറിയുള്ളിയും സാദാ പച്ചമുളക് ഒരെണ്ണം, കുറച്ച് കറിവേപ്പില, ലേശം ഇഞ്ചി, അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മുടെ തൈരിൻ്റെ കുപ്പിയിൽ ലേശം തൈര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് കുലുക്കി അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്യുന്ന സാധനം വെച്ചിട്ട് മിക്സ് ചെയ്ത് തൈര് റെഡിയാക്കിയിട്ടുണ്ട്. ഈ ഒരു സമയം കൊണ്ട് അമ്മ ചമ്മന്തി ഇതേ അരച്ച് തന്നു. എൻ്റെ തല പോയി. എനിക്ക് ഇങ്ങനെ കാണുന്ന ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പ്രൊപ്പോർഷനിൽ വീഡിയോ എടുക്കാത്തത്. തല മേളിലായിപ്പോയി. ടോം ആൻഡ് ജെറിയിൽ അമ്മൂമ്മേനെ കണക്ക് ഒന്നെങ്കിൽ കാല് കാണില്ല, അല്ലെങ്കിൽ കാല് മാത്രമേ കാണത്തുള്ളൂ, തല കാണത്തില്ല എന്നും പറഞ്ഞിട്ടാണ് ഞാൻ അല്ലാതെ പോർട്രേറ്റായിട്ട് എടുത്തുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് അതുകൊണ്ട് ഈ ഫ്രെയിം എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട്, ഇങ്ങനെ തല പോകുന്നത് കൊണ്ട്. ചമ്മന്തി ഇതേ റെഡിയായി. ഇനി ഇതെല്ലാം കൂടെ അപ്പുറത്തേക്ക് എടുത്ത് വെക്കണം. അതിന് മുന്നായിട്ട് കുക്കു സാറിന് ലഞ്ച് വിളമ്പാം. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് ഒതുക്കി പറക്കി വെക്കാം.
സ്നാക്സിനായിട്ട് ഇന്നും ഡയറി മിൽക്ക് തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. ഞാനും കൂടെ ഒരെണ്ണം സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്, പെട്ടെന്ന് തീരട്ടെ. 10-20 എണ്ണം അപ്പൻ കൊണ്ടുവന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ, അതൊക്കെ തീരണ്ടേ. നിലൂന് ഒരെണ്ണം കൊടുത്താൽ അവൻ കഴിച്ചെത്തത്തില്ല, അവനെ പറ്റിച്ച് ഞങ്ങൾ തന്നെ അത് കഴിക്കും. അങ്ങനെ ദേ ചോറിട്ടു, 3 കാടമുട്ട വെച്ചു, ഒരു ചെറിയ ഉരുള ചമ്മന്തി വെക്കുന്നുണ്ട്. ചമ്മന്തിക്ക് നല്ല എരിവുണ്ട്, പക്ഷേ അവൻ എരിവ് കഴിച്ചോളുമല്ലോ, അതുകൊണ്ട് വെച്ചു. ഈച്ച ഭയങ്കര ശല്യം വീണ്ടും. നിങ്ങളും നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഇങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ? വൃത്തിയില്ലാത്തതുകൊണ്ടൊന്നും അല്ല, എന്ത് ചെയ്യാൻ, എത്ര തുടച്ചാലും വരും. പൊട്ടറ്റോ ഫ്രൈ ചെയ്തതും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ തൈരിൻ്റെ അകത്ത് ഇട്ടത് കാന്താരി മുളകായത് അല്ല, സാധാ മുളകാണ്, പക്ഷേ എന്നാൽ എരിവുള്ളത് കൊണ്ട് തൈരിൽ മുളക് വരാതെ ഞാൻ ഇടുക. ആ ചെറുക്കനെ നോക്കും വാക്കുമൊന്നുമില്ല, ഇത് മൊത്തത്തിൽ ചരിച്ചൊഴിച്ച് ചവച്ചരച്ചങ്ങ് തിന്നും. അപ്പം അങ്ങനെ തിന്നുമ്പോഴത്തേക്ക് പച്ചമുളക് കടിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്കൂളിൽ കിടന്ന് ബഹളമായിരിക്കും. അവിടെ നിന്ന് ഇതിനൊക്കെ എന്തെങ്കിലും എരിഞ്ഞാലോ ആരെങ്കിലും തള്ളിയിട്ടാലോ കുറച്ച് ചുമ കൂടുതലായാലോ ചുമ്മാ ഇങ്ങ് സ്റ്റാഫ് റൂമിൽ വരും കേട്ടോ. അഹങ്കാരമാണ്, അമ്മയും ഗ്രാൻഡ് പേരൻസും ഒക്കെ സ്കൂളിലുള്ളതിൻ്റെ അഹങ്കാരം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് നൈസായിട്ട് അരിച്ച് എടുത്തിട്ടുണ്ട്. ഇന്നലെ പഠിച്ച മലയാളം ഹിന്ദി ഇന്ന് ടെസ്റ്റുണ്ട്, രാവിലെ എണീറ്റ് അത് റിവൈസ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞെങ്കിലും ഉറങ്ങുന്ന കാണുമ്പോൾ എനിക്ക് വിളിക്കാൻ തോന്നത്തില്ല. എനിക്കോ ഉറങ്ങാൻ പറ്റുന്നില്ല, അവനെങ്കിലും ഉറങ്ങട്ടെ എന്ന്. പക്ഷേ ഇതൊന്നും എക്സാം ടൈമിൽ ബാധകമല്ല കേട്ടോ. അവൻ്റെ ക്രിസ്മസ് എക്സാം തുടങ്ങിക്കഴിഞ്ഞാലും നിങ്ങൾ കാണും, ഞാൻ അവനെയും കൊണ്ടേ വരത്തുള്ളൂ. അവനെയും പൊക്കി ഇവിടെ കൊണ്ട് ഇരുത്തിയിട്ടേ ഞാൻ എൻ്റെ പണികളൊക്കെ ചെയ്യത്തുള്ളൂ. അതിൻ്റെ ഇടയിൽ റിവിഷനും കൊടുക്കും. രാത്രി തന്നെ എല്ലാം ഞാൻ പഠിപ്പിച്ച് വയ്ക്കും. രാവിലെ ആകുമ്പോഴത്തേക്ക് ഒരു സെറ്റ് ക്വസ്റ്റ്യൻസ് ഇട്ടിട്ട് ഇവിടെ ഇരുത്തി അതിൻ്റെ ആൻസേഴ്സ് എഴുതിക്കും. അമ്മ പോയി രണ്ടിനെയും വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. 8:30 ആവാറായി. അപ്പോഴത്തേക്കാണ് ഞാൻ പറഞ്ഞത് പോയി വിളിച്ചുകൊണ്ട് പോകാമെന്ന്. നിലു നല്ല ഉറക്കത്തിൽ തന്നെയാണ്. അമ്മ അങ്ങനെ എടുത്തുകൊണ്ട് വന്ന് ഇവിടെ താഴെ ഹോളിൽ കിടത്തിയിട്ടുണ്ട്. പിന്നെ കഴുകാനായിട്ട് നമ്മുടെ ആ മെഷറിംഗ് സ്പൂണും പൊട്ടറ്റോ വറുത്ത പാത്രവും ഇപ്പോൾ ചോറ് വിളമ്പിയതിൻ്റെ കത്തിയും കരണ്ടിയും മാത്രമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അതൊക്കെ കൂടെ കഴുകി കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ രാവിലത്തെ കിച്ചണിലെ പരിപാടികളൊക്കെ തീർന്നിരിക്കുന്നു. മുമ്പൊക്കെ ഞാൻ ഇവിടെ വെച്ച് വീഡിയോ സ്റ്റോപ്പ് ചെയ്യുമായിരുന്നു അല്ലേ, അന്നൊക്കെ കുറച്ച് ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ ഞാനിപ്പോൾ സത്യം പറയാമല്ലോ, ഈ ലെങ്ത് ഉണ്ടെങ്കിലേ നമുക്ക് അത്ര അഡ്വർടൈസ്മെൻറ്റ് കയറത്തുള്ളൂ. ലെങ്ത്ത് കുറച്ച് ചെയ്ത വീഡിയോ റീച്ച് കിട്ടിയിട്ട് ഒരു കാര്യവുമില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഒരു ഡേ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിപ്പോൾ ഞാൻ 30 മിനിറ്റ്സ് കൊണ്ട് 24 അവേഴ്സ് കാണിക്കാൻ, 24 അവേഴ്സ് ഇല്ല 12 അവേഴ്സ് കാണിക്കുന്നില്ലേ. ഞാൻ ഉറങ്ങുന്ന 12 അവേഴ്സ് ആണല്ലോ, ബാക്കി 12 അവേഴ്സ് ഒന്നും ഉറങ്ങാൻ കിട്ടുന്നില്ല. എന്നാലും ആ ഒരു വ്ളോഗിൻ്റെ പൂർണ്ണതയ്ക്കായിട്ട് ഇതിരിക്കട്ടെ അല്ലേ. എൻ്റെ ഓരോ വീഡിയോ ചെയ്യുമ്പോഴും ഞാൻ മനസ്സിൽ വിചാരിക്കും കേട്ടോ, ഇതായിരിക്കും എൻ്റെ വൈറൽ വീഡിയോ, ഇതായിരിക്കും എൻ്റെ വൈറൽ വീഡിയോ, അങ്ങനെയൊക്കെ. ഇൻസ്റ്റഗ്രാമിലൊക്കെ അങ്ങനെയായിരുന്നു കേട്ടോ. അത് സത്യം പറഞ്ഞാൽ എനിക്ക് ഫസ്റ്റ് ഇൻസ്റ്റഗ്രാമിൽ എൻ്റെ ഇച്ചിരി റീച്ച് പോയ റീലൊക്കെ ഞാനെടുത്ത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. എനിക്കിപ്പോൾ കാണുമ്പോൾ അത് ചിരി വന്നിട്ട് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. മറ്റേ ഏത് ഫിലിമിലായിരുന്നു, കൺഗ്രാജുലേഷൻസ് ഐ ലവ് യു എന്നൊക്കെ പറയുന്നൊരു ഡയലോഗില്ലേ, അത് ചെയ്തപ്പോഴാണ് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ ഫസ്റ്റ് ഒരു 24K വ്യൂസൊക്കെ പോയത്. അതിലാണ് ഇത്തിരി റീച്ചൊക്കെ ഉണ്ടായത്. പക്ഷെ പിന്നെ എനിക്ക് വളരെ പൈങ്കിളിയായിട്ട് തോന്നിയതുകൊണ്ട് ഞാനത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. സത്യം പറഞ്ഞാൽ അതിൻ്റെ ചിലപ്പോൾ ഓക്വേർഡ്നെസ് കൊണ്ടിട്ടായിരിക്കും അത് റീച്ചായത്. പിന്നെ ഏതോ ഐശ്വര്യലക്ഷ്മിയുടെ ഏതോ ഒരു ഡയലോഗ് ചെയ്തതാണ് പിന്നെ റീച്ചായത്. അപ്പോൾ ആ വിശ്വാസത്തിൽ ഞാനിങ്ങനെ ഡെയിലി വ്ലോഗ് എടുത്തുകൊണ്ടിരിക്കുന്നു, ഇതായിരിക്കും. അവിടെ കിടന്ന വ്യൂസിൻ്റെ കൗണ്ട് ഇഴഞ്ഞും വലിഞ്ഞിങ്ങനെ മുമ്പോട്ട് കയറുന്ന കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും ഇതല്ല. അങ്ങനെ വൈറലാവാനാണെങ്കിൽ അങ്ങനെയല്ലല്ലോ വ്യൂ കൗണ്ട് വരേണ്ടത്. ഞാനിങ്ങനെ ചവിട്ടി ഉന്തി സ്റ്റാറ്റസൊക്കെ ഇട്ട് സ്റ്റോറിയൊക്കെ ഇട്ട് 1K ആക്കി എടുക്കുന്ന പെടാപ്പാട് എനിക്ക് മാത്രം അറിയാം. നിലു എണീറ്റു, പാലൊക്കെ കൊടുത്തു, അത് കുടിച്ചുകൊണ്ടിരിപ്പുണ്ട്. തീർന്ന കുപ്പി ഞാൻ തന്നെ മേടിക്കണമെന്ന് പറഞ്ഞ് അമ്മയുടെ കയ്യിൽ കൊടുക്കാതെ അത് പിടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അതിൻ്റെ ഇടയിൽ കയ്യും കൊരുത്ത് വെച്ചിട്ടുണ്ട്. അതെങ്ങനെ പിടിച്ച് വലിക്കാൻ നോക്കിയിട്ട് അവൻ തരുന്നില്ല. അവൻ ഇന്ന് സ്കൂളിൽ വരണമെന്നും പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനത്തെ ദിവസങ്ങളിലൊക്കെ ഇത്തിരി കുരുത്തക്കേടൊക്കെ ഇങ്ങനെ, അതായത് ഇങ്ങനെയൊക്കെ കാണിച്ച് തുടങ്ങുന്നത്. പോകണ്ട മമ്മ, പോകണ്ട കുക്കു, പോകണ്ട. ഇന്നലെ കുക്കുവിനെ മലയാളം പഠിപ്പിക്കുന്നതിൻ്റെ ഇടയിൽ വന്ന് മലയാളം ആരെയും പഠിപ്പിക്കേണ്ടെന്ന്, അങ്ങനത്തെ ഡയലോഗൊക്കെ ഉണ്ടായിരുന്നു ഇന്നലെ രാത്രി. അങ്ങനെ എൻ്റെ വണ്ടി ഇനിയിപ്പോൾ ഇതിൻ്റെ സ്ഥാനം ഒന്ന് മാറ്റാൻ പറയണം. ഇവിടുന്ന് ഇത് എടുക്കാൻ എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. അലൻ്റെ വണ്ടി ഇരിക്കുന്നിടത്തോട്ട് എൻ്റെ വണ്ടിയും അതിപ്പുറത്തോട്ടും ആക്കാൻ പറയണം. ബുള്ളറ്റ് അല്ല കേട്ടോ, ഒരു സ്കൂട്ടിയും കൂടി ഇരിപ്പുണ്ട്. സ്കൂളിൽ നിന്ന് ഞങ്ങൾ തിരിച്ച് വരുമ്പോൾ അവന് 1-2 ലോലിപോപ്പ് വാങ്ങിച്ചുകൊണ്ട് വരണം എന്നാണ് അവൻ പറഞ്ഞത്. അങ്ങനെ കസ്റ്റമറുടെ ഓർഡറൊക്കെ എടുത്ത് ഞങ്ങൾ ഇതേ സ്കൂളിലേക്ക് ഇറങ്ങുന്നു. വണ്ടി സ്റ്റാർട്ടായി കിടന്നതുകൊണ്ടാണ് ഹെലികോപ്റ്ററിൻ്റെ സൗണ്ടും കൂടെ കേട്ടത്. വണ്ടി ഓഫ് ചെയ്തിട്ട് എടുത്തിരുന്നെങ്കിൽ കടലിൻ്റെ ഒച്ച നന്നായിട്ട് കിട്ടിയേനെ. സ്കൂളിൽ ഞാൻ പറഞ്ഞില്ലേ LKG UKGക്കൊക്കെ ഡിവാമിങ് ടാബ്ലറ്റ്സ് കൊടുക്കണം. അപ്പോൾ ഇന്ന് ആബ്സെൻ്റ് ആയവരുടെയും പിന്നെ കൊടുക്കണ്ട എന്ന് പറഞ്ഞ് കത്ത് തന്നവരുടെയൊക്കെ പേര് നോക്കി ഞാൻ രജിസ്റ്ററിൻ്റെ അകത്തൊക്കെ അതൊക്കെ മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കൊണ്ടുപോയ ഡയറി മിൽക്കും ഇതിൻ്റെ ഇടയിൽ കഴിക്കുന്നുണ്ടായിരുന്നു. ഫ്രീ ആയിട്ട് സ്റ്റാഫ് റൂമിൽ വരുന്ന ഓരോരുത്തർക്കും ഓരോ സ്ക്വയർ പീസും ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുമായിരുന്നു.
ഈ വീഡിയോ ഞാൻ ഇപ്പോൾ എടുക്കുന്നത് നമ്മൾ അന്ന് ബർത്ത്ഡേ വ്ളോഗിൻ്റെ അകത്ത് കാണിച്ചില്ലേ ഒരു ചെറിയ സ്റ്റാൻഡ്. അതിൻ്റെ ലൈറ്റ് തീരെ കൊള്ളത്തില്ല കേട്ടോ, ഒരു ചെറിയ മിന്നാമിനിങ്ങിൻ്റെ നുറുങ്ങോട്ടം മാത്രമേ ഉള്ളൂ. സ്റ്റാൻഡ് കൊള്ളാം, അത് വെച്ചിട്ടാണ് എടുക്കുന്നത്. ആ കേട്ട ബെല്ല് 12 മണിക്കുള്ള ബെല്ലാണ് കേട്ടോ. നമ്മുടെ അടുത്ത പീരീഡ് തുടങ്ങാനുള്ള ബെല്ലാണ്. പക്ഷേ LKGക്കും UKGക്കും ലഞ്ച് കൊടുത്ത് തുടങ്ങും ഇപ്പോൾ. അപ്പോൾ ചില കുട്ടികൾ പെട്ടെന്ന് അങ്ങ് കഴിച്ച് കഴിയും. ഇപ്പോൾ കഴിച്ച് കഴിയുന്നവർ കൈ കഴുകാനായിട്ട് വാഷ് ഏരിയയും ടോയ്ലറ്റും ഒക്കെ ആ സൈഡിലാണ്. അങ്ങോട്ട് പോകുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ അവിടെ നിന്ന് വിളിച്ചിട്ട് ഞാനും അമ്മയും കൂടെ ഡിവോമിങ്ങിൻ്റെ ടാബ്ലറ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ചിലർ ചവയ്ക്കത്തില്ല കേട്ടോ, കള്ളത്തരം കാണിക്കും. വായിൽ വെച്ച് നുണഞ്ഞ് അങ്ങോട്ട് പോയിട്ട് തുപ്പിയാലോ. അതുകൊണ്ട് അവിടെ നിന്ന് എല്ലാവരും ചവച്ച് പൊട്ടിച്ച് എന്നെ കാണിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഓരോരുത്തരെയും വിട്ടുകൊണ്ടിരുന്നത്. പിന്നെ ഒരു 4 പേര് ലഞ്ച് ബ്രേക്ക് ആയിട്ടും കഴിച്ച് കഴിഞ്ഞിട്ടില്ല. അതായത് ബാക്കിയുള്ള ക്ലാസ്സുകൾക്ക് ലഞ്ച് ബ്രേക്ക് ആയിട്ടും ഭക്ഷണം കഴിച്ച് കഴിഞ്ഞില്ല. അപ്പോൾ മമ്മി എൻ്റെ അടുത്ത് പറഞ്ഞ് പോയി കഴിച്ചിട്ട് വന്നു, കുഴപ്പമില്ല, 4 പേരെ മമ്മി നോക്കിക്കോളാമെന്ന്. അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന് നമ്മുടെ ഗേറ്റ് പൂട്ടിയിട്ട് ഇങ്ങോട്ട് നടന്നപ്പോൾ എൻ്റെ കണ്ണിനകത്തേക്കായിരുന്നു വെയിലടിച്ചുകൊണ്ടിരുന്നത്. മുഖം കാണിക്കാതിരിക്കാനല്ല കേട്ടോ, കുറച്ച് ഇൻസെക്യൂർ ആണ് എൻ്റെ മുഖം കാണിക്കുന്നതിൽ. എനിക്കിഷ്ടമല്ല എൻ്റെ മുഖം, അതുകൊണ്ട് അങ്ങനെ കൈവച്ചിട്ട് വന്നതാണ്. അങ്ങനെ നേരെ വന്നതേ ഞാൻ മുട്ട പൊരിക്കാനായിട്ട് ഞാൻ സ്കൂളിലിരുന്ന് ടാബ്ലറ്റ് കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ അമ്മേനെ വിളിച്ച് പറഞ്ഞു, ചിലപ്പോൾ ഞാൻ കുറച്ച് താമസിക്കും, അതുകൊണ്ട് കുറച്ച് ചെറിയുള്ളിയും കാന്താരി മുളകും കൂടെ അരിഞ്ഞ് വെച്ചിരിക്കണേ, ഞാൻ വന്നിട്ട് പെട്ടെന്ന് എനിക്ക് മുട്ട പൊരിച്ച് ചോറ് തിന്നാമല്ലോ. അങ്ങനെ ഞാൻ മുട്ട പൊരിച്ചു. എൻ്റെ ആദ്യത്തേതായപ്പോഴത്തേക്ക് എനിക്ക് ചോറിട്ടു. രണ്ടാമത്തേത് ആ പാത്രത്തിൽ തന്നെ ഇരിപ്പുണ്ട് കേട്ടോ, അതിൽ തന്നെ അടച്ചു വയ്ക്കാം. ആലൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് ലേറ്റായിട്ട് CCGയിൽ പോയിട്ട് തിരിച്ചെത്തുമ്പോൾ ഒരു 11 o'clock ഒക്കെ ആവും. അപ്പോൾ ആ സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ആൾ 1 മണിക്ക് 12:30ക്ക് ഞാൻ വരും. വന്നിട്ട് ഞാൻ ചോറിട്ട് വെച്ചിട്ട് പോയാലും 1 മണിക്കൊന്നും കഴിക്കത്തില്ല. അപ്പോൾ എന്തായാലും പതുക്കെ കഴിക്കത്തുള്ളൂ. മുട്ട പൊരിച്ചിട്ട് ഞാൻ മറിച്ചിട്ടിട്ട് അതങ്ങനെ തന്നെ തീ അങ്ങ് ഓഫ് ചെയ്തു. പിന്നെ ബീട്രൂട്ട് ഉണ്ടായിരുന്നത് ഞാൻ ചൂടാവാനായിട്ട് അവനിലേക്ക് വെച്ചു. അത് ഈ ഫ്രീസറിൽ നിന്ന് എടുത്ത് രാവിലെ താഴെ വെച്ചതുകൊണ്ട് ഇത്തിരി കല്ല് പോലെ ഇരിക്കുക. അവനിൽ കറക്റ്റ് ഞാൻ 5 മിനിറ്റാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ആ ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ഞാൻ ചോറുണ്ട് കഴിഞ്ഞു. ഞാൻ അവിടെ ഇരുന്ന് വാരി അങ്ങ് വിഴുങ്ങും. ഞാൻ പെട്ടെന്ന് കഴിക്കുമെന്ന് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ടല്ലോ. ആസ്വദിച്ച് കഴിക്കുന്നത്, അതും ആസ്വദിച്ച് തന്നെ കേട്ടോ ഞാൻ കഴിക്കുന്നത്. പക്ഷേ ഈ സ്കൂളിൽ നിന്ന് ഉച്ചയ്ക്ക് വരുമ്പോഴേ ഇത്രയും മുട്ട പൊരിക്കലൊക്കെ ആയിട്ട് കുറച്ച് പണിയുണ്ടല്ലോ. അപ്പോൾ ഞാൻ ലേറ്റ് ആവും. കാരണം അവിടെ നിന്ന് കറക്റ്റ് സമയത്ത് എനിക്ക് ഇറങ്ങാൻ പറ്റത്തില്ല, എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും. അപ്പോൾ ഒരു 5 മിനിറ്റ് അവിടെ ഇറങ്ങാൻ ലേറ്റ് ആവും. അപ്പോൾ ആ 5 മിനിറ്റ് തിരിച്ചെത്താനും ലേറ്റ് ആവും. എനിക്കാണെങ്കിൽ മിക്ക ദിവസവും ഉച്ച കഴിഞ്ഞുള്ള ഫസ്റ്റ് പീരീഡ് ക്ലാസ്സസ് ഉണ്ടാവും. ഒരു ദിവസം മാത്രമേ എങ്ങാണ്ടേ ഉള്ളൂ അങ്ങനെ ഇല്ലാത്തത്. ഒരു 5 മിനിറ്റ് ലേറ്റ് ആയാലും കുഴപ്പമില്ലെന്ന് വെക്കാനും പറ്റത്തില്ല. ആ 5 മിനിറ്റത്തേക്ക് വേണ്ടിയിട്ട് എപ്പോഴും ഏതെങ്കിലും ടീച്ചേഴ്സ് പോകേണ്ടി വരും. ഞാൻ ഓടിച്ചങ്ങ് എത്തുമ്പോൾ കറക്റ്റായിട്ട് ഞാൻ ഇടവഴി എടുത്തിട്ടാണ് പോകുന്നത് സ്കൂളിൻ്റെ. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഏതെങ്കിലും ഒരു ചേട്ടൻ, ആ ഇടവഴിയിലുള്ള വീട്ടിൽ ഏതെങ്കിലും ഒരു ചേട്ടൻ ഉണ്ണാൻ വന്നിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പണിക്ക് വന്നവരൊക്കെ ആയിട്ട് വണ്ടി അവിടെ കൊണ്ടുവച്ചിട്ടുണ്ടാവും. ഹോൺ അടിച്ച് അവർ വന്ന് വണ്ടി എടുത്ത് മാറ്റിയിട്ട് ഞാൻ അങ്ങ് ചെല്ലുമ്പോൾ കറക്റ്റായിട്ട് ഒരു 5 മിനിറ്റ് എങ്ങനെയൊക്കെ പോയാലും ഉച്ചയ്ക്ക് ലേറ്റ് ആവും. അപ്പോൾ ഞാൻ കഴിച്ചിട്ട് കറക്റ്റ് 1 മണിക്ക് ഒരു 3 മിനിറ്റ് ഉണ്ട് ഞാൻ നേരെ സ്കൂളിലെത്തി. എനിക്കിന്ന് 3rd സ്റ്റാൻഡേർഡിലായിരുന്നു ഫസ്റ്റ് പീരീഡ് ഉണ്ടായിരുന്നത് കേട്ടോ. അവരുടെ ഡാൻസേഴ്സൊക്കെ വളരെ ഓക്കെയാണ്. പക്ഷേ ഈ പുൽക്കൂട്ടിൻ്റെ സെറ്റപ്പ് ഇപ്പോഴും മൊത്തത്തിൽ ശരിയല്ല. ഒറ്റൊരുത്തനും പറഞ്ഞാൽ കേൾക്കത്തില്ല. എങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്താലും കുറച്ച് കഴിയുമ്പോൾ അവരവിടെ വട്ടത്തിൽ ഇരുന്ന് കഥയും പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ 3rd സ്റ്റാൻഡേർഡിൻ്റെത് കഴിഞ്ഞിട്ട് എനിക്ക് ലാസ്റ്റ് പീരീഡ് 1st സ്റ്റാൻഡേർഡിലായിരുന്നു ഉണ്ടായിരുന്നത്. അവരും എല്ലാം ചെയ്തു. പക്ഷേ ഇതേപോലെ ചില ആൾക്കാരുണ്ടല്ലോ, വേറെ എന്തൊക്കെയോ ചിന്തിച്ചങ്ങ് നിൽക്കും. ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ അവരെന്തൊക്കെയോ കാര്യങ്ങൾ ആലോചിച്ച് അവിടെ അങ്ങ് നിൽക്കും. സ്കൂളിൽ നിന്ന് വന്നിട്ട് ഞാൻ ഇന്ന് കുറച്ച് നേരം ഉറങ്ങിയുള്ളൂ കേട്ടോ. ഞാൻ നിലുവിൻ്റെ കൂടെ കയറി കിടന്ന് ഉറങ്ങിയതാണ്. അപ്പോഴത്തേക്ക് ഒരു ചേട്ടൻ വന്നിട്ട് ബെല്ലടിച്ച് ഞാൻ എണീറ്റു. എന്തോ കാര്യത്തിൻ്റെ ഒരു പിരിവിന് വന്നതാണ്. കയ്യിലൊരു ബക്കറ്റ് ഉണ്ടായിരുന്നു. ബെല്ല് പട്ട അടിക്കുന്നുണ്ടായിരുന്നു. ഈ ചെണ്ട ഞാനിപ്പോൾ ഇട്ടത് എന്തിനാണെന്നറിയാമോ? എനിക്കിതിൽ ചില കമൻസ് ഒന്നും എനിക്ക് പറ്റുന്നില്ല കേട്ടോ. ഞാൻ അങ്ങോട്ട് തുടങ്ങിയിട്ടില്ല, എന്നാൽ അതിന് മുമ്പ് ഇത്രയും ജഡ്ജ്മെൻറ്റ്സ് ഒന്നും എന്നെക്കൊണ്ട് താങ്ങാൻ പറ്റുന്നില്ല. മെയിനായിട്ട് ഇന്നലത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ഞാൻ ഈ വൈകുന്നേരം വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ നിലുവിൻ്റെ കൂടെ കിടന്ന് ഉറങ്ങിയത്. എന്നിട്ട് എണീറ്റപ്പോഴാണ് ഞാനത് കാണുന്നത്, കമൻറ്റ് ഞാൻ കാണുന്നത്. അപ്പോൾ ഞാനത് പറയാം. ഇപ്പോൾ ഞാൻ രാത്രി കഞ്ഞിയാക്കുന്നെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ചോറെടുത്തിട്ട് കുറച്ച് വെള്ളവും ഉപ്പുമൊക്കെ ഒഴിച്ച് വേവിക്കാൻ വയ്ക്കുക. ഇപ്പോൾ ഞാൻ ചായയും പഴംപൊരിയൊന്നും ഉണ്ടാക്കുന്നില്ല. ആലനൊക്കെ നല്ല ഉറക്കമാണ്. നിലുവും കുക്കും എണീറ്റ് പുറത്ത് കളിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ചായ ഇടുന്നില്ല. ഡയറക്റ്റായിട്ട് തന്നെ മീൻകറി വെക്കാനുള്ള പുറപ്പാടൊക്കെയാണ്. അപ്പോൾ എനിക്ക് കമൻറ്റിൻ്റെ ഉദ്ദേശശുദ്ധി മനസ്സിലാവും. പക്ഷേ എനിക്ക് തോന്നുന്നില്ല
ടീച്ചർ ആയതുകൊണ്ട് മാത്രം ഞാൻ വൈൻ എടുക്കരുത്, വൈൻ എടുക്കുന്നതായിട്ട് ഞാൻ കാണിച്ചിട്ടില്ല, ഞാൻ ഇരുന്ന് ഡ്രിങ്ക് ചെയ്യുന്നതായിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. ഞാൻ 56 സ്റ്റിക്കർ ഇട്ട് കവർ ചെയ്താണ് മിക്കപ്പോഴും എൻ്റെ ഓണം വ്ലോഗിലൊക്കെ ഞാൻ അങ്ങനെ തന്നെയാണ് അത് കാണിച്ചിരിക്കുന്നത്. പ്ലസ് അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം, ഐ ഡോണ്ട് വോണ്ട് ടു ഹൈഡ് ദാറ്റ്. ടീച്ചർ ആയതുകൊണ്ട് ഇറ്റ് ഡസൻറ്റ്, സാധാരണ ഒരു മനുഷ്യന് പെർമിറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എനിക്കും പെർമിറ്റഡ് ആണ്. അതിന് ടീച്ചർ ആയതുകൊണ്ട് അതിന് യാതൊരു തടസ്സവും എവിടെയും വരും എന്ന് എനിക്ക് തോന്നുന്നില്ല, ഞാൻ വരുത്തത്തില്ല. പിന്നെ അറ്റ് ഹോം ഇവിടെ എന്തെങ്കിലും ഫംഗ്ഷൻ നടക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ എൻ്റെ വീട്ടുകാരുടെ കൂടെ ഉള്ളപ്പോൾ ഞങ്ങളുടെ ഹാപ്പി ടൈമിൽ ഞങ്ങളെല്ലാവരും ഞങ്ങൾ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു ടീച്ചറും അവർ ബാക്കി ഉള്ള ആൾക്കാരും, ഞാൻ കുറച്ചുകൂടെ സമൂഹത്തോട് ഉത്തരവാദിത്വം ഉള്ള ഒരാളും അവരത് കുറവുള്ള ആൾക്കാരും, അങ്ങനെയൊന്നുമില്ല. ഞാൻ എന്തെങ്കിലും റിപ്ലൈ പറയുമ്പോൾ അതിൽ പലരും ഇപ്പോൾ പറയും ഇത്രയൊക്കെ പറയേണ്ട കാര്യമുണ്ടോയെന്ന്. തിരിച്ച് പറയുന്നത് പറ്റത്തില്ല, അതാർക്കും പറ്റത്തില്ല. അത് ഞാൻ മുമ്പേ നോട്ടീസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ആ ഒരു കമൻറ്റ് ഞാൻ പിൻ ചെയ്ത് വെച്ചപ്പോൾ തന്നെ എനിക്കൊരു സബ്സ്ക്രൈബർ കുറഞ്ഞു, ഐ നോ. പക്ഷേ ഞാൻ മുമ്പും പറയുന്ന പോലെ എനിക്ക് എന്നെ ജഡ്ജ് ചെയ്യുന്ന, എന്നെ വിഷമിപ്പിക്കുന്ന രീതിയിൽ കമൻറ്റ് ചെയ്യുന്ന, എനിക്ക് കൂടെ നിൽക്കുന്നവരെയാണ് വേണ്ടത്. എന്നോട് എന്തെങ്കിലും പറയുമ്പോൾ ഞാൻ തിരിച്ച് പറയുന്നത് കേൾക്കാൻ പറ്റാണ്ടാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ യു ആർ അബ്സല്യൂട്ട്ലി ഫ്രീ ടു ഡു ദാറ്റ്. അല്ലെങ്കിലും യു ആർ അബ്സല്യൂട്ട്ലി ഫ്രീ ടു സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കുക, അൺസബ്സ്ക്രൈബ് ചെയ്യുക, ഇതെല്ലാം നിങ്ങളുടെ ഇഷ്ടമാണ്. ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി അപ് ടു യു. മീൻകറിക്കുള്ള ഉള്ളിയൊക്കെയാണ് ഞാൻ ഇടിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ, അതും ഇതിൻ്റെ ഇടയിൽ നടക്കണമല്ലോ. റെസിപ്പി ഞാൻ വഴിയേ പറയാം. അപ്പോൾ ഞാൻ ആ കമൻറ്റിൽ പറഞ്ഞ പോലെ തന്നെ ഞാൻ വളർന്നു വന്നത് ഇങ്ങനെയാണ്. ഞങ്ങളുടേത് കറക്റ്റ് ഒരു എന്താ പറയുന്നത്, ഒരു ക്രിസ്ത്യൻ ഫാമിലിയിലുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു ഫാമിലിയിലും ഉണ്ട്. ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്ന് വെച്ചിട്ട് വേറെ കുറച്ച് എൻ്റെ ഫ്രണ്ട്സ് സെറ്റുമായിട്ടോ അങ്ങനെയൊന്നും ഐ വോണ്ട് ഡു ദാറ്റ്. ഐ വോണ്ട് ടേക്ക് വൈൻ അറ്റ് സച്ച് ഒക്കേഷൻസ്. ഇറ്റ് ഈസ് വിത്ത് മൈ ഫാമിലി. ആരുടെ കൂടെയെന്ന് പോലും ഞാൻ പലപ്പോഴും സ്പെസിഫിക് ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് എ പ്ലേസ് വെയർ ഐ ക്യാൻ ബി മീ. ഇത് നമ്മൾ ഹോം സിനിമയിൽ ശ്രീനാഥ് ഭാസി പറയുന്ന കുറച്ച് ഡയലോഗ്സ് ഉണ്ട്. വീട് വീടായതുകൊണ്ടാണ് വീട്ടിൽ എനിക്കിങ്ങനെ ഇരിക്കാൻ പറ്റുന്നതെന്ന്. ഇതിനെ ഞാൻ ഇങ്ങനെ വിഷമിപ്പിക്കാനായിട്ട് ഞാൻ പറയുന്നില്ല, എന്നാലും ഞാൻ പറയുക. ഒരു എക്സാമ്പിൾ പോലെ എടുത്തോളൂ. ഞാൻ വീടിനകത്ത് ചെരുപ്പ് യൂസ് ചെയ്യുന്ന ഒരാളാണ്. വീട്ടിന് പുറത്ത് ഞാൻ വേറൊരു ചെരുപ്പാണ് യൂസ് ചെയ്യുന്നത്. വീടിനകത്ത് ഉപയോഗിക്കാൻ മാത്രമായിട്ട് ഞാനൊരു ചെരുപ്പ് വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചിട്ട് ഞാൻ ആരോടും പോയി നിങ്ങളെല്ലാവരും വീട്ടിനകത്ത് ചെരുപ്പ് ഉപയോഗിക്കണം എന്ന് പറയത്തില്ല. അതെൻ്റെ ഇഷ്ടമാണ്, ഞാൻ വീട്ടിൻ്റെ അകത്ത് ചെരുപ്പ് ഉപയോഗിക്കുന്നത്. പ്ലസ് വീട്ടിന് പുറത്ത് ചെരുപ്പ് ഉപയോഗിക്കാത്ത ആൾക്കാർ ഒരുപാടുണ്ട് ഇല്ലേ? ഈ സെയിൻസ്, സേജസ്, സന്യാസിമാർ, ചില റിലീജിയസ് എന്തോ സ്പെസിഫിക്കേഷൻസ് ഒക്കെ ഉള്ള ആൾക്കാരുണ്ട്. ഭൂമിയോട് മണ്ണിൽ ചവിട്ടി നടക്കാൻ ആഗ്രഹിക്കുന്നവരെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ട്. അവരോട് ആരോടും പോയി ഞാൻ പുറത്ത് ചെരുപ്പ് ഉപയോഗിക്കുന്നത് കൊണ്ട് നിങ്ങൾ പുറത്ത് ചെരുപ്പ് ഉപയോഗിക്കണം എന്ന് ഞാൻ പറയാറില്ല. പ്ലസ് എന്ന് കരുതിയിട്ട് അവരുടെ സ്വാതന്ത്ര്യത്തിൽ ഞാൻ ഇടപെടത്തില്ല. അതെൻ്റെ ഒരു പോളിസി എന്ന് കരുതിയിട്ട് സ്കൂളിൽ യൂണിഫോമിൻ്റെ കൂടെ ചെരുപ്പിടാതൊരു കൊച്ചു വന്നാൽ ഞാനത് പെർമിറ്റ് ചെയ്യത്തുമില്ല. ഫുൾ യൂണിഫോമിൽ തന്നെ സ്കൂളിലെത്തണം എന്ന് ഞാൻ പറയുകയും ചെയ്യും. വാട്ട് ഐ മെൻ ഹിയർ ഇസ്, എവിടെയാണ് ബോർഡർ എന്ന് ഐ ക്ലിയർലി നോ. ഒരാളുടെ പേഴ്സണൽ സ്പേസിനോ കൊടുക്കേണ്ട എല്ലാ റെസ്പെക്റ്റും ഞാൻ കൊടുത്തിരിക്കും. ഞാൻ ഇൻവേഡ് ചെയ്യാത്തൊരു സ്പേസിലേക്ക് എൻ്റെ കാര്യത്തിൽ ഒരാൾ ഇൻവേഡ് ചെയ്യുമ്പോൾ എനിക്കത് പറ്റത്തില്ല. ഐ കനോട്ട് എഗ്രി ടു ദാറ്റ്. ബിക്കോസ് അൾട്ടിമേറ്റ്ലി വൈഫ് എന്ന ഞാനും അമ്മ എന്ന ഞാനും ടീച്ചർ എന്ന ഞാനും ഒക്കെ എൻ്റെ ഓരോ വേർഷൻസ് മാത്രമാണ്. ഇതിൻ്റെയൊക്കെ ഉള്ളിലൊരു കോർ ആയിട്ടുള്ളൊരു ലയോണയുണ്ട്. ഐ വോണ്ട് ടു ബി ദാറ്റ്. അതെൻ്റെ വീട്ടിൽ എനിക്ക് ഞാൻ തന്നെയായിരിക്കുന്നതാണ് ഇഷ്ടം. ഇതിൻ്റെയൊക്കെ ഇടയിൽ എന്നെ കുഴിച്ചു മൂടാൻ പറ്റത്തില്ലല്ലോ. ഇതിപ്പോൾ ലില്ലിയമ്മച്ചി മീൻകറി ഉണ്ടാക്കുന്ന രീതിയിലാണ് കേട്ടോ നമ്മൾ മീൻകറി ഉണ്ടാക്കുന്നത്. പോയവർ പോകട്ടെ, വരുന്നവർ വന്നോട്ടെ, കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നവർ കൂടെ നിന്നോട്ടെ. കൂടെ നിൽക്കുന്നവരോട് എനിക്ക് ഒരുപാട് കടപ്പാടും സ്നേഹമുണ്ട്. ബാക്ക് ടു റെസിപ്പി. അമ്മച്ചി ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. കുറച്ച് ചെറിയുള്ളിയും തക്കാളിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും ലേശം പുളിവെള്ളം ചേർത്ത് കുറുക്ക് പരുവത്തിൽ അരച്ചെടുക്കും. വേറെ കുറച്ച് ചെറിയുള്ളി അവിടെ അരിഞ്ഞും വെച്ചിട്ടുണ്ട്. നമ്മളങ്ങനെ താളിച്ചും എടുക്കാറുണ്ട്. കഴിഞ്ഞ തവണ ഞാനിങ്ങനെ അരച്ചപ്പോൾ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളി ഇതിൻ്റെ കൂടെ ചേർത്തിട്ടാണ് അരച്ചത്. മീൻ ഡിപ്പെൻഡ് ചെയ്ത് അങ്ങനെ അല്ലാതെയോ ഒക്കെ ചെയ്യാം കേട്ടോ. വാളയാകുമ്പോൾ മീൻ അധികം അങ്ങോട്ട് എരിവ് പിടിക്കത്തില്ല. അതിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഒരു മാവ് പരുവത്തിൽ നിൽക്കുന്ന മീനാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളി ഒരുമിച്ചിട്ട് അരച്ചത്. ചൂരയാകുമ്പോഴത്തേക്ക് കുറച്ച് ആ കറിയുടെ എല്ലാ എസൻസും അത് പിടിക്കും. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി അരച്ച് ചേർത്ത് കഴിഞ്ഞാലുണ്ടല്ലോ ചൂരയ്ക്കൊരു മാംസത്തിനൊരു പുകച്ചിൽ വരും. അത് കയറി പിടിക്കും ഇതെല്ലാം കൂടെ. അതുകൊണ്ട് ഞാൻ അത് വഴറ്റുന്നേ ഉള്ളൂ. അരച്ച കൂട്ട് നമ്മളവിടെ മാറ്റി വെച്ചിട്ടുണ്ട്.
പയർ വേവിച്ച് വെച്ചിട്ടുണ്ട്. പയർ കഞ്ഞിക്കും എടുക്കാം, നാളെ വെജിറ്റബിളിനും എടുക്കാം. ഇതിനിടയ്ക്ക് ചെറുതായിട്ടൊരു പാളിച്ച പറ്റിയായിരുന്നു. മീൻ കറിക്ക് ഞാൻ വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ചു, ജീരകം പൊട്ടിച്ചു, ഉലുവ പൊട്ടിച്ചു. ഇപ്പുറത്ത് പയറുലർത്താൻ വെച്ചിരുന്നതിൽ വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ചു, ഉലുവ എടുത്തപ്പോൾ അറിയാതെ ആദ്യം അതിലേക്കാണ് വീണത്. ഉലുവയ്ക്കും പയറിനും പ്രശ്നമില്ലാത്തടത്തോളം നമുക്ക് ഈ രഹസ്യം അങ്ങ് കുഴിച്ചു മൂടാം. അതതിൻ്റെ അടിയിലുണ്ട്, സവാളയുടെ അടിയിലിരിപ്പുണ്ട്. പയറിനായിട്ട് ഞാൻ ഒരു സവാള എടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകുമാണ് അപ്പുറത്ത് മീൻകറിയുടെ ചട്ടിയിൽ പൊട്ടുന്നത്. ജീരകവും ഉലുവയും കടുകും പൊട്ടിച്ചിട്ടുണ്ട് അതിൽ. പിന്നെ അതിലേക്ക് കുറച്ച് ചുവന്നുള്ളിയും കൂടി ഇട്ട് കൊടുത്തു. മൂന്നിലും അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് കറിവേപ്പില ഇട്ടു. മൂന്നാമത്തെ എന്താണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഉച്ചയ്ക്ക് അരച്ച ചമ്മന്തിയുടെ ബാക്കി കുറച്ച് അമ്മ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിരുന്നു. കഞ്ഞിയുടെ കൂടെ ചുട്ടരച്ച ചമ്മന്തിയല്ലേ ടേസ്റ്റ്. അതുകൊണ്ട് ചുട്ടരയ്ക്കാനൊന്നും പറ്റത്തില്ലെങ്കിലും വെളിച്ചെണ്ണയിൽ 2 ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് കടുക് പൊട്ടിച്ച് കറിവേപ്പിലയിട്ട് ചമ്മന്തി ഒന്ന് ചിക്കി ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മുടെ മീൻകറിയുടെ കൂട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറിയുള്ളി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. നമ്മൾ മിക്സിയിൽ അരച്ചെടുത്ത് ചെറിയുള്ളി തക്കാളി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി പുളിവെള്ളം ചേർത്ത് കുഴമ്പ് പരുവത്തിൽ അരച്ചെടുത്തത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് തീ ഒന്ന് സിമ്മിൽ വെക്കണം, അല്ലെങ്കിൽ ഇത് അടിയിൽ കയറി പിടിക്കും. ഇത് നല്ല രീതിയിലൊന്ന് എണ്ണ മേളിൽ തെളിയുന്ന വരെ ചൂടാക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെ എണ്ണ തെളിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കുറച്ച് വടക്കംപുളിയും കൂടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, കുടംപുളി. അതിൻ്റെ വെള്ളം ഞാൻ കുറച്ച് ആ മീനിലേക്ക് ഒഴിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ആ മീനിൻ്റെ വെള്ളത്തിൽ കുടംപുളി ഇടുന്നതോ കുടംപുളിയുടെ വെള്ളം മീനിൽ ചേർക്കുന്നതോ മാംസം ഒന്ന് മുറുകി കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അത് അത്യാവശ്യം ഫ്രീസറിലിരുന്ന് മുറുകിയ മാംസമായിരുന്നു. ഞാൻ പക്ഷേ ഉറങ്ങി എണീറ്റപ്പോഴാണ് ആ സാധനം എടുത്ത് വെളിയിൽ വെച്ചത് കേട്ടോ. മെൽറ്റായിട്ടില്ല. പിന്നെ പൈപ്പ് തുറന്ന് വെച്ച് ഇങ്ങനെ വലിയ എന്താ പറയുന്നത് ബലമൊക്കെ കൊടുത്ത് അവിടെ നിന്ന് ഇവിടെ നിന്ന് ഓടിച്ച് അങ്ങനെയൊക്കെ എടുത്തത്. അപ്പോൾ ഇത്തിരിയൊക്കെ അത് കീറിപ്പറഞ്ഞൊക്കെ പോയി ഓരോ സൈഡിലൊക്കെ. അപ്പോൾ അതൊന്ന് മുറുകാനായിട്ട് ഇത്തിരി വിനാഗിരിയോ കുടംപുളിയുടെ വെള്ളമോ ഒഴിച്ച് വെച്ചാൽ മതി, ഒന്ന് തിക്കായി കിട്ടും. നമ്മുടെ ചമ്മന്തിയുടെ പരിപാടി റെഡിയായി. അതൊന്ന് ചൂടായാൽ മതി. അതൊരു പാത്രത്തിലേക്ക് മാറ്റി, ചമ്മന്തി ഇരുന്ന പാത്രത്തിലേക്ക് തന്നെ മാറ്റി അങ്ങോട്ട് അടച്ച് വെച്ചിട്ടുണ്ട്. പയറിലേക്ക് ഞാൻ പൊടികളായിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രമേ ഇടുന്നുള്ളൂ. വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. പയറിനെ താളിച്ചതിൻ്റെ അകത്ത് ഒരുപാട് വെളുത്തുള്ളി ഇടുന്നത് നല്ലതാണ്. എനിക്ക് മടിയായതുകൊണ്ട് ഞാനിപ്പോൾ 3-4 അല്ലി വെളുത്തുള്ളി മാത്രമേ ഇട്ടിട്ടുള്ളൂ, കുറച്ച് കറിവേപ്പിലയും. ഇനി ഇതിലേക്ക് നമുക്ക് വെന്ത പയർ ആഡ് ചെയ്ത് കൊടുക്കാം. കുക്കറിലിരുന്ന് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നല്ല പരുവത്തിന് എന്താ പറയുന്നത് ഓരോന്ന് വീതം എടുക്കാൻ പറ്റുന്ന പരുവമാണ്. പക്ഷേ ചിക്കിയപ്പോഴാണ് മനസ്സിലായത് നല്ല രീതിയിൽ വെന്തുപോയി. സാരമില്ല, കഞ്ഞിക്കായതുകൊണ്ട് ഇത് കറക്റ്റാണ്. നാളത്തെ ചോറിന് പിന്നെ അഡ്ജസ്റ്റ് ചെയ്തോളൂ. അങ്ങനെയൊന്നും പറയത്തില്ല ആരും, വെന്ത് പോയല്ലോ എന്നൊന്നും പറയത്തില്ല. ഇനി നമുക്ക് ആ അരപ്പ് നല്ലപോലെ എണ്ണ തെളിഞ്ഞപ്പോൾ ജാറ് കഴുകിയ ലേശം വെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോഴും കറിക്ക് നല്ല തിക്നെസ് കിട്ടും കേട്ടോ. ഇനി അത് നല്ലപോലെ തിളച്ച് പൊങ്ങണം. അപ്പോഴേക്കും നമുക്ക് ഈ പയർ ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം. നാളെ എടുത്ത് അവനിൽ വെച്ച് ചൂടാക്കാൻ പറ്റുന്ന പാത്രത്തിലാണ് ഞാൻ മാറ്റുന്നത്. അപ്പോൾ രാത്രി എടുത്തിട്ട് അങ്ങനെ അടച്ച് ഫ്രിഡ്ജിലേക്കും വെക്കാം. നാളെ ഉച്ചയ്ക്ക് ഓടി വന്ന് എടുത്ത് ചൂടാക്കുകയും ചെയ്യാം. കറി നല്ല രീതിയിൽ അങ്ങോട്ട് തിളച്ച് വരുമ്പോൾ പുകയൊക്കെ വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആ സൈഡ് വടിച്ച് അത് അമ്മയും ലില്ലിയമ്മച്ചിയൊക്കെ അങ്ങനെ കേട്ടോ ഇടുന്നത്. അതുകൊണ്ട് ഞാനും മീൻ ഉപയോഗിച്ച് സൈഡൊക്കെ നല്ല നീറ്റാക്കി അതിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് എല്ലാവരെയും താഴത്തോട്ടാക്കി വെച്ച് കൊടുത്തു, തലയൊക്കെ പൊക്കി നിൽക്കുന്ന പീസൊക്കെ. പിന്നെ ഒരു 4 പീസ് ഞാൻ അതേ പാത്രത്തിൽ തന്നെ ബാക്കി വെച്ചിരുന്നു പൊരിക്കാനായിട്ട്. എനിക്കിങ്ങനെ വറുത്ത മീൻ വേണമെന്നൊന്നുമില്ല, പക്ഷേ ആലനും കുക്കുവിനും വറുത്ത മീൻ വേണം, പൊരിച്ച മീനൊക്കെ വേണം, നിലുവിനും വേണം. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് മാത്രം കുറച്ച് മീനെടുത്ത് അരപ്പ് പുരട്ടിയിട്ടുണ്ട്. അമ്മയ്ക്കും അങ്ങനെ നിർബന്ധമൊന്നുമില്ല വറുത്ത മീൻ വേണമെന്ന്. കറിയിലെ മീനായാലും ഞങ്ങൾ ഓക്കെയാണ്. കറിയിൽ മീൻ തീരെ കുറച്ചിട്ട് എല്ലാവർക്കും പൊരിച്ച മീനാക്കിയാൽ കറിക്കൊരു ടേസ്റ്റ് വരത്തില്ല. മീൻ കറി പോലെ ഇരിക്കത്തില്ല. അതുകൊണ്ട് കറിയിൽ അത്യാവശ്യം പീസുകൾ വേണമല്ലോ. ഞങ്ങൾക്ക് 1-2 പീസുകളൊക്കെ കറിയിൽ നിന്ന് എടുക്കാൻ പറ്റും കേട്ടോ. അല്ലാണ്ട് ഞങ്ങൾ വലിയ ത്യാഗം ചെയ്യുന്നതൊന്നും അല്ല കേട്ടോ. ഞങ്ങൾ 2 പീസൊക്കെ വെച്ചെടുക്കും കറിക്കാത്ത മീനാകുമ്പോഴത്തേക്ക്. ചാറിനൊരു രുചി വേണ്ട എല്ലാം കൂടെ പൊരിച്ചാൽ. അങ്ങനെ നാളത്തേക്കുള്ള എൻ്റെ പ്രിപ്പറേഷൻസ് എല്ലാം കഴിഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ ചായക്ക് വെള്ളം വെച്ചത്. അപ്പോഴേക്കും അലൻ എണീറ്റ് വന്നിരുന്നു. അമ്മും സേറയൊക്കെ വന്നിട്ടുണ്ട്. പുറത്ത് പിള്ളേരെല്ലാവരും കൂടെ കളിച്ചുകൊണ്ടിരിക്കുക. നിലുവും എൻഗേജ്ഡായിട്ടിരിക്കുക. നമ്മുടെ മീൻകറി റെഡിയായി. അതിന് മീതേക്ക് ഒരു ഇച്ചിരി പച്ച വെളിച്ചെണ്ണ, ഞാനതിപ്പോഴും ചെയ്യും കേട്ടോ. ഈ എരിവുള്ള കറികൾക്ക് മീതെ ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാൽ എരിവൊന്ന് ന്യൂട്രലൈസ് ആയിട്ടിരിക്കും. കുക്കു സാറിന് ചോറൊക്കെ കൊടുത്തു വിടുവാണെങ്കിലോ ഈ കറിയൊക്കെ കൊടുത്തു വിടണ്ടേ, അപ്പോൾ ഇത്തിരി എരിവ് കുറഞ്ഞിരിക്കട്ടെ എന്ന് കരുതി. ഒത്തിരി പഞ്ചസാരയും ഒത്തിരി കടുപ്പും ഇട്ടിട്ട് നമ്മുടെ ചായ റെഡിയാവുന്നു. ഇപ്പുറത്തെ മീൻകറി അതിൻ്റെ പര്യവസാനത്തിലേക്ക് എത്തുന്നു. സിമ്മിൽ വെച്ചിരുന്നിട്ട് ഞാൻ ഇപ്പം ഓഫ് ചെയ്തു. ഇന്നത്തെ ആ ഒരു കമൻറ്റ് കണ്ടപ്പോഴേ ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് എൻ്റെ ഹോസ്റ്റലിൽ B.Edന് ഞാൻ ഹോസ്റ്റലിൽ പഠിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന 2-3 പേരൊക്കെ ഉണ്ട് കേട്ടോ, വീഡിയോ ഒക്കെ കാണുന്ന ആൾക്കാർ. അവർക്ക് ഓർമ്മ കാണും. ഞാനിവിടെ ഹോസ്റ്റലിൽ ചെന്നിട്ട് ഫസ്റ്റ് നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് ഞാൻ ഇവിടുന്ന് ജീൻസും ടീഷർട്ടും കണ്ടൊക്കെ ഇട്ടിട്ടാണ് പോയത്.
അത് കഴിഞ്ഞിട്ട് എല്ലാവരും പരിചയപ്പെട്ടൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ബി എഡിനാണ് വന്നതെന്നൊക്കെ പറഞ്ഞു. അന്ന് വൈകുന്നേരം തന്നെ ഞാൻ കുളിച്ചിട്ട് ഒരു ഷോർട്ട്സും ടീഷർട്ടും ഇട്ട് നിന്നപ്പോഴത്തേക്ക് ഹോസ്റ്റലിലത്തെ അന്നത്തെ ഹോസ്റ്റലിലെ കുറച്ച് സീനിയോറിറ്റി ഉള്ള ഒരാളിങ്ങനെ പറഞ്ഞു, ഇതെന്താ ഇങ്ങനെ, ഇവിടെ ബി എഡിന് വരുന്നവരാരും ഇങ്ങനത്തെ ഡ്രസ്സൊന്നും ഇടാറില്ല, ഞങ്ങൾ വിചാരിച്ചത് എൻജിനീയറിംഗ് കോളേജിലേക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോഴ്സിന് വന്നതാണ്, ടീച്ചേഴ്സാണോ ഇങ്ങനെയാണോ നടക്കുന്നതെന്ന്, അങ്ങനെയൊക്കെ ഉള്ളൊരു ടോക്ക്. നമ്മൾ ചുമ്മാ ഇരിക്കുമോ? അങ്ങനെ ഞാൻ അന്നും കുറേ കൊടുത്തിരുന്നു. അതെന്താ അങ്ങനെയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ടീച്ചേഴ്സ് സ്കൂളിൽ സാരി ഉടുത്തുകൊണ്ട് വരണം എന്ന് പറയുന്ന സ്കൂളുകളിലെല്ലാം ടീച്ചേഴ്സ് സാരി ഉടുത്തുകൊണ്ടാണ് ചെല്ലുന്നത്. സ്യൂട്ടും കോട്ടും ഇട്ട് പോകുന്ന സ്കൂൾസ് നമ്മുടെ സ്ഥലത്ത് ഇപ്പോഴുണ്ട്, അതായത് കേരളത്തിൽ ഇപ്പോഴും ഉണ്ട്. തിരുവനന്തപുരത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ജീൻസ് അലോ ചെയ്യുന്ന സ്കൂൾസും ഉണ്ട്. ഞാൻ വർക്ക് ചെയ്തിരുന്ന കിങ്സ് ഇൻ്റർനാഷണൽ സ്കൂളിൽ ഇറ്റ് വാസ് അലൗഡ്. അത് മോഡസ്റ്റ് ആണോ എന്ന് മാത്രമേ അവർ നോക്കാറുള്ളൂ. അതിൻ്റെ അകത്ത് ഈ പറയുന്ന കണക്ക് ടീച്ചർ ഇങ്ങനെയാവണം അങ്ങനെയാവണമെന്നൊന്നും ഇല്ല. അത് കേൾക്കുമ്പോഴാണ് എനിക്ക് ഒരു കൊളുത്തി വലിക്കൽ തോന്നാറുള്ളത്. എനിക്ക് ജീൻസ് ഇടുന്ന ഇഷ്ടമാണ്, ഷോർട്ട്സ് ഇടുന്ന ഇഷ്ടമാണ്, സാരി ഉടുക്കുന്ന ഇഷ്ടമാണ്. സാരി പക്ഷേ വല്ലപ്പോഴും ഉടുക്കാറുള്ളൂ. ബട്ട് അതൊന്നും എനിക്ക് വേണ്ട പ്രൊഫഷൻ ചൂസ് ചെയ്യാനായിട്ട് എനിക്കൊരു തടസ്സമാകാൻ പാടില്ലല്ലോ. അപ്പോൾ ഞാൻ വീണ്ടും ആ വിഷയത്തിലേക്ക് പോയതല്ല. അത് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ഹോസ്റ്റലേഴ്സിനെ ഓർത്തിട്ട് ഒന്ന് പറഞ്ഞതാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അതൊക്കെ? അപ്പോൾ ഇന്ന് ഞാൻ പഴംപൊരി പൊരിക്കായിരുന്നു എന്താണെന്ന് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ. അമ്മയ്ക്ക് ഏതാണ്ട് ബേക്കറിയിൽ നിൽക്കുന്ന കൂട്ടുകാരിയെ കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ അമ്മയുടെ ഏതോ കൂട്ടുകാരി ഇപ്പം ബേക്കറിയിൽ പോകുന്നുണ്ട്. ഇവിടെ എന്തായാലും വലിയ രീതിയിൽ ഇമ്പോർട്ടിംഗ് ഒക്കെ നടപ്പുണ്ട്. ഞാൻ എന്തോ ഇട്ട് വെക്കാനായിട്ട് ആ ഡിഷിൽ ഒരെണ്ണം പൊക്കിയപ്പോൾ നല്ല വെയിറ്റ്. തുറന്ന് നോക്കിയപ്പോൾ അതിൽ നിറയെ അച്ചപ്പവും മുറുക്കിൻ്റെ പൊടിയും ഒക്കെ. അപ്പോൾ ഇന്ന് പിന്നെ ചോറും കറികളൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ലേറ്റ് ആയതുകൊണ്ട് അതിലങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ കുറച്ച് നേരം ആയിരുന്നു കുക്കു സാറിനെ പഠിപ്പിച്ചു കേട്ടോ. ഇന്ന് GK ആയിരുന്നു, അതുകൊണ്ട് പെട്ടെന്ന് കഴിഞ്ഞു. 25 മാർക്കിനല്ലേ ഉള്ളൂ, റിവിഷനും അത്രയ്ക്കൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ GK റിവിഷൻ കയ്യിലില്ലായിരുന്നു. ഇനിയിപ്പോൾ നാളെ പോയി ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് എഴുതി മേടിക്കണം. ഞാൻ ടെക്സ്റ്റിലെ കുറച്ച് പേജസ് വെച്ച് എടുത്തങ്ങ് പഠിപ്പിച്ചു. കുറച്ച് പേജസേ ഇവർക്കുള്ളൂ, അത് ഓരോന്ന് വിധമായിട്ട് പഠിപ്പിച്ചു. ഒരു 4-5 പേജ് പഠിച്ചു കഴിഞ്ഞു. എന്നിട്ട് ഞങ്ങളൊരു സിനിമ കണ്ടു, തിട്ടം 2 പ്ലാൻ ബി എന്നും പറഞ്ഞിട്ടൊരു തമിഴ് മൂവി. എൻ്റെ പൊന്നോ, ട്വിസ്റ്റ് അവസാനം നമ്മൾ നിന്ന് തല കറങ്ങുന്ന അവസ്ഥയിലെത്തി. ഇതെങ്ങോട്ടാണ് തിരിഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് തന്നെ കൺഫ്യൂഷനായി പോകും. കൊള്ളാമെന്ന് ചോദിച്ചാൽ എനിക്ക് സ്റ്റോറി മൊത്തത്തിൽ റഷ് ചെയ്ത പോലെ തോന്നി കേട്ടോ. ഇവിടെ ഞാനും ജഡ്ജ് ചെയ്യുവാണ്, പക്ഷേ അങ്ങനെയല്ല, അതൊരു സ്ലോ പേസിൽ പോയെങ്കിൽ കുറച്ചൊക്കെ നമുക്ക് മനസ്സിലാകും. പക്ഷേ പെട്ടെന്ന് ഓരോ സ്റ്റോറി, ഓരോ ട്വിസ്റ്റും അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കുത്തി കയറ്റുന്ന പോലെ തോന്നി എനിക്ക് കണ്ടപ്പോഴത്തേക്ക്. അത് കഴിഞ്ഞ് ഞാൻ കഞ്ഞിയൊക്കെ എടുത്ത് കൊണ്ട് വെച്ചിട്ട് പാത്രം കഴുകിയിട്ട് ചെന്നപ്പോൾ കഞ്ഞിയിൽ പാറ്റ വീണു എന്ന് പറയുന്ന പോലെ നിലുവിനെ ഉറക്കാനായിട്ട് അമ്മ കിടത്തിയതാണ്. അവിടെ നിന്ന് എണീറ്റ് വന്നിട്ട് എൻ്റെ കഞ്ഞി മൊത്തവും അവിടെ എല്ലാം ആക്കിക്കൊണ്ടിരിക്കുന്നു. കുക്കു സാറ് അതിൻ്റെ ഇടയിൽ കൂടെ എന്നാൽ ഇത് കുടിക്കുമെന്നും പറഞ്ഞ് അത് തള്ളി കൊടുക്കും കേട്ടോ. കുറച്ച് താഴെ ഇടട്ടെ, അങ്ങനെയെങ്കിലും അവൻ്റെ കഞ്ഞി കുറയട്ടെ എന്നും പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ അമ്മേനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞാൻ വിചാരിച്ചു 2-3 സ്പൂൺ അകത്ത് ചെല്ലുന്നെങ്കിൽ അങ്ങ് ചെല്ലട്ടെ. വയറ് നിറഞ്ഞിരുന്ന് കഴിഞ്ഞാൽ രാത്രി അത്രയും കുറച്ചല്ലേ എണീക്കത്തുള്ളൂ. കുറച്ച് കുടിച്ചു. പക്ഷേ ആ കോരി എടുത്തത് മൊത്തം ആ ചമ്മന്തി ഇരുന്ന സൈഡ് മൊത്തം കോരി തിന്നു. അത് കഴിഞ്ഞ് പിന്നെ എരിവെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കഴുകി തരാമെന്നും പറഞ്ഞ് എടുത്തുകൊണ്ട് പോയി വായൊക്കെ കഴുകി. അതിനിടയിൽ അമ്മ ഹാമക്ക് വെളിയിലോട്ട് എടുത്തിട്ട് പോയിട്ടുണ്ട്. അത് കൊളുത്തിയിട്ട് കഴിഞ്ഞിട്ട് ചെറിയൊരു മഴയൊക്കെ ഉള്ളതുകൊണ്ട് അതിപ്പോൾ അങ്ങനെ വൈകുന്നേരം വെളിയിൽ എടുത്തിട്ടില്ല ഇന്ന്. അമ്മ അതുകൊണ്ട് കൊളുത്തിയിട്ട് വന്ന് ഇവനെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി. ഞാൻ വായൊക്കെ കഴുകി വന്നപ്പോഴത്തേക്ക് ബഹളമാണ്, കഞ്ഞി കുടിക്കണമെന്നും പറഞ്ഞിട്ടുള്ള ബഹളമാണ്. കുടിക്കാനല്ല, വാരി താഴെ ഇടാനായിട്ട്. അങ്ങനെ അമ്മയുടെ കയ്യിൽ നിലുവിനെ കൊടുത്തു. അവർ 2 പേരും കൂടെ ആട്ടുതൊട്ടിലിൽ ഉറങ്ങാനായിട്ട് പോയിട്ടുണ്ട്. ഞാനിരുന്ന് എൻ്റെ കഞ്ഞി കുടിക്കുന്നു. അപ്പോൾ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന കൂടെ നിൽക്കുന്നവർക്ക് പ്രത്യേകം താങ്ക്സ് ഉണ്ട്. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.